UAE പോയ സമയത്ത് നിങ്ങൾ പറഞ്ഞു ജോബിനെ അന്വേഷിക്കുമ്പോൾ എന്തായിരുന്നു നിങ്ങൾക്ക് ലാക്കായി തോന്നിയത്? എനിക്ക് റെഫറൻസ് ആണ് മെയിൻലി തോന്നിയത്. റെഫറൻസ് ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. റെഫറൻസ് ഇല്ലാത്തതുകൊണ്ട് സ്കീമോണ് കയറിയിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ അവിടുത്തെ എക്സ്പീരിയൻസ്, അതായത് UAE എക്സ്പീരിയൻസും കൂടെ അവര് ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെനിക്ക് ലാക്കായി തോന്നി. അങ്ങനത്തെ കാര്യങ്ങളല്ലേ. എൻ്റെ പേര് ജിജിന. ഞാൻ കോഴിക്കോട് പയ്യോളി എന്നുള്ള സ്ഥലത്താണ്. ഞാൻ സ്കിൽ മൗണ്ടിൽ 2024 മെയ് ബാച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. എനിക്ക് 6 മാസം കൊണ്ട് തന്നെ ജോബ് റെഡിയായി. AGS ഗ്രൂപ്പിലാണ് എനിക്ക് ജോബ് റെഡി ആയിട്ടുള്ളത്. അക്കൗണ്ടന്റ് ആയിട്ടാണ്. അത് ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഞാൻ UAE പോയ സമയത്ത് കുറെ ജോബിന് വേണ്ടി സ്ട്രഗിൾ ചെയ്തായിരുന്നു. അങ്ങനെയാണ് ഞാൻ സ്കിൽ മൗണ്ടിന്റെ വീഡിയോ കണ്ട് ഞാൻ സ്കിൽ മൗണ്ടായിട്ട് കോൺടാക്ട് ചെയ്ത് അതിൽ ജോയിൻ ചെയ്യായിരുന്നു. എനിക്ക് തോന്നുന്നു UAE പോകുന്ന ആൾക്കാർ മെയിനായിട്ട് ഈ കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്പ് ആവുന്നു. കാരണം നല്ല ക്ലാസ് ആണ് മെയിനായിട്ട് എനിക്ക് തോന്നിയത്. നമ്മളെ രാജേശ്വരി മാം പറഞ്ഞതിനനുസരിച്ച് എൻഹാൻസ് CV വെച്ച് പ്രിപ്പയർ ചെയ്തായിരുന്നു ഞാൻ തന്നെ. അപ്പോൾ അങ്ങനെ നല്ലൊരു CV ആയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. എസ്പെഷ്യലി മുർഷിദ് സർ, മിനി മാം, അവരൊക്കെ നല്ല ക്ലാസ് ആയിരുന്നു. ടാലിയൊന്നും പുറമേന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലുപരി നന്നായിട്ട് ഡീപ്പായിട്ടൊരു അറിവുണ്ടായത് മുർഷിദ് സാർ പറഞ്ഞത് എപ്പോഴാണ്. കാരണം എപ്പോഴും ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാലും സാറ് ഒരു ബുദ്ധിമുട്ടില്ലാതെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അവൈലബിൾ ആയിരുന്നു. സ്കിൽ മൗണ്ടിൽ എല്ലാ സ്റ്റാഫും അതെ. പ്ലേസ്മെന്റ് ടീമായിട്ടൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെ ആപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു CV പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പ്രിപ്പയർ ചെയ്താൽ നല്ലതാണ്.